അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, സൂറത്ത് മുൽക്ക് പരിശുദ്ധ ഖുർആനിലെ 67-ാമത്തെ അധ്യായം, അതിൻ്റെ നൽകിയിട്ടുള്ള ടൈറ്റിൽ ഡീഫോൾട്ട് ആൻഡ് എക്സെപ്ഷൻസ്. ഇൻഷാ അല്ലാഹ് അതിലേക്കെല്ലാം പിന്നീട് നമ്മൾ വരും. അപ്പോൾ ഈ ഒരു സൂറത്തിനെ വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഒരു തഫ്സീർ, ആദ്യത്തെ 2 ഭാഗം നമ്മൾ ചെയ്തിരുന്നു. ആദ്യത്തെ 4-5 ആയത്തുകൾ ഒരല്പം വിശദമായിട്ട് തന്നെ നമ്മളതിൽ പ്രതിപാദിച്ചിരുന്നു. അപ്പോൾ ഇത് ഈ സൂറത്തിനെ മൊത്തത്തിൽ നോക്കിക്കാണാനുള്ളൊരു ശ്രമമാണ്. ആദ്യത്തെ പല കാര്യങ്ങളും ആ ഒരു ഭാഗത്ത് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സൂറത്ത് അൽ മുൽക്ക്, അള്ളാഹുവിൻ്റെ ആധിപത്യം, കിങ്ഡം, അള്ളാഹുവിൻ്റെ ആ ഒരു അധികാരത്തെ അല്ലെങ്കിൽ ആ പവറിനെ സംബന്ധിച്ചാണ് സൂറത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആയത്തിൽ തന്നെ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, ആധിപത്യം ആരുടെ കയ്യിലാണോ അവനാണ് എല്ലാ ബർക്കത്തിൻ്റെയും, അൽ മുബാറക്ക, ആ ബർക്കത്തിൻ്റെ എല്ലാം സ്രോതസ് അള്ളാഹുവാണ്. ആ ബറക്ക എന്നുള്ള പദമെല്ലാം നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ് ആ ഭാഗത്ത്. എല്ലാ ആധിപത്യത്തിൻ്റെ, എല്ലാ പവറിൻ്റെയും സോഴ്സ് അള്ളാഹുവാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 107-ാമത്തെ വചനത്തിലും അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കു സമാവാതി വൽ അർള്, ആകാശഭൂമികളിലെ സമ്പൂർണ്ണമായിട്ടുള്ള ആധിപത്യം അത് അള്ളാഹുവിനാണ്. സൂക്ഷ്മലോകവും സ്ഥൂലലോകവും, നമ്മൾ കാണുന്ന ലോകം, കാണാത്ത ലോകം, അതേപോലെ തന്നെ ദുനിയാവിലും ആഖിറത്തിലും എല്ലാം സമ്പൂർണ്ണമായിട്ടുള്ള ആധിപത്യം അത് അള്ളാഹുവിന് മാത്രമാണ്. പക്ഷേ നമ്മൾ പരിശുദ്ധ ഖുർആൻ ആരംഭത്തിൽ തന്നെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്ന സമയത്ത് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിലുള്ള അള്ളാഹുവിൻ്റെ ആധിപത്യം അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കടന്നു വരുന്നൊരു ചോദ്യം, അള്ളാഹുവിൻ്റെ ആ ഒരു ആധിപത്യം എന്നുള്ളത് അത് പ്രതിഫല നാളിൽ ആഖിറത്തിൽ മാത്രമല്ല, മാലിക് യൗമിദ്ദീൻ വ ദുനിയാവിലും അള്ളാഹുവിന് ആധിപത്യമുണ്ട്. പക്ഷേ പ്രത്യേകമായിട്ട് അവിടെ ആഖിറത്തിനെ പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം, ഇപ്പോൾ ഭൂമിയിൽ അള്ളാഹു പരീക്ഷണാർത്ഥം അള്ളാഹുവിൻ്റെ യുക്തിപ്രകാരം അധികാരത്തിൽ നിന്നും ചിലത് മറ്റുള്ള ആളുകൾക്ക് അള്ളാഹു നൽകാറുണ്ട്. അപ്പോൾ ആധിപത്യത്തെ സംബന്ധിച്ചുള്ള പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു ആയത്തിൽ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ, ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ളവനാണ് അള്ളാഹു. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ആധിപത്യം നൽകും, ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്നും അത് എടുക്കുകയും ചെയ്യും. പലപ്പോഴും ഒരല്പനേരത്തേക്ക് ആധിപത്യത്തിൽ നിന്ന് ലഭിക്കുന്ന സമയത്ത് തങ്ങൾക്കാണ് സമ്പൂർണ്ണമായിട്ടുള്ള ആധിപത്യം, അത് സദാ തങ്ങളിൽ നിലനിൽക്കുമെന്നുള്ള ഒരു മിഥ്യാധാരണയിലേക്ക്, ഒരു ഇല്യൂഷനിലേക്ക് ആളുകൾ എത്തിച്ചേരാറുണ്ട്, അഹങ്കാര നിമിത്തം. എന്നിട്ട് ആ ഒരു അധികാരത്തിൻ്റെ പുറത്ത് പാവങ്ങൾക്ക് മീതെ അക്രമങ്ങൾ, ദുൽമെല്ലാം അടിച്ചുവിടുന്ന ഏകാധിപതികളെ നമ്മൾ പലതവണയായിട്ട് ചരിത്രത്തിൽ കാണാറുണ്ട്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ ഏകാധിപതികളുടെയും ആ നേതാവായിട്ടുള്ള ഫിർഔനെ സംബന്ധിച്ച്, ആ ഫിർഔനും ഇതേ രൂപത്തിൽ അധികാരം കയ്യിൽ ലഭിച്ച സമയത്ത് അയാൾക്കുണ്ടായൊരു മിഥ്യാധാരണ സൂറത്ത് സുഖ്റുഫിൻ്റെ 51 52 ആയത്തുകളിൽ ആ ഫിർഔന് പറയുന്നത് അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്. അലൈസലി മുൽക്കു മിസ്ർ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, എനിക്കല്ല ഈ രാജ്യത്തിൻ്റെ ആധിപത്യം, എൻ്റെ കീഴിലൂടെയല്ല ഈ നദികളെല്ലാം ഒഴുകുന്നത്. ആ രൂപത്തിലെല്ലാം അഹങ്കാരത്തോടുകൂടെ ഫിർഔന് സംസാരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള സർവ്വ ഏകാധിപതികളിലും ഒരുപോലെ കണ്ടുവരുന്ന ഒരു സ്വഭാവ വിശേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഫിർഔന്റെ സംസാരത്തിലുടനീളം അത് പ്രതിഫലിക്കുന്നുണ്ട്. അന അല്ലെങ്കിൽ ഇന്ദി ലി, ഞാൻ എൻ്റെ, അതായത് അത്തരം ഏകാധിപതികളെല്ലാം അങ്ങേയറ്റം അവർ സെൽഫ് ഒബ്സസറായിരിക്കും, ആത്മരതിയിൽ നിർവൃതി പ്രാപിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ആ ഒരു പൈശാചിക ബാധ ഏറ്റുകഴിഞ്ഞാൽ, ഇപ്പോൾ പിശാചിൻ്റെ രോഗം അത് തന്നെയായിരുന്നു, അന ഖൈറുമിൻ, ഞാൻ മികച്ചവൻ എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു അഹങ്കാരം, അബാ വസ്തക്ബറ വക്കാന മിനൽ കാഫിരീൻ. ഇത്തരം ഏകാധിപതികളും ആ സ്വന്തത്തിൽ മതിമറന്ന് ആ രൂപത്തിലുള്ള അഹങ്കാരത്തോടുകൂടെ ജീവിക്കുന്നവരായിരിക്കും. പുറമേക്ക് അഹങ്കാരവും അകത്ത് ഭീരുത്വവും ഭയവും, ആ അധികാരം നഷ്ടപ്പെടുന്നുള്ള ഒരു ഭയത്തോടുകൂടെ ഇത്തരം ആളുകൾ അവർക്ക് ലഭിച്ച അധികാരത്തിൻ്റെ മിഥ്യാധാരണയിൽ അഹങ്കരിച്ച് അക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ മാക്സിമം പോകാൻ അള്ളാഹു അവർക്ക് ആ കയർ അയച്ചിട്ട് കൊടുക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഖിയാമത്ത് നാളിൻ്റെ അലാമാത്തുകൾ, അടയാളങ്ങളിൽ പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെല്ലാം യജൂജ് മഅജൂജിൻ്റെ ആഗമനത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഭൂമിയിലേക്ക് വരും. ആ സമയത്ത് ഭൂമിയിലുണ്ടായിരുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അനുയായികളും അവരൊരു സ്ഥലത്തേക്ക് അവർ അഭയം പ്രാപിക്കും. ശേഷം
യജൂജ് മഅജൂജ് അവർ ഭൂമിയിലുടനീളം അക്രമങ്ങൾ അവരഴിച്ചുവിടും. ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും അവർ വധിക്കും. അതിനുശേഷം അവർ ആകാശത്തേക്ക് അവർ അമ്പെയ്യും. ആ സമയത്ത് ഖതൽനാ മൻ ഫിൽ അർള് ഫൽനഖ്തുൽ മൻ ഫിസ് സമാ, ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ വധിച്ചു, ഇനി ആകാശത്തിൻ്റെ അവകാശികളെയും ഞങ്ങൾ വധിക്കുന്നെന്ന് പറഞ്ഞ് അവർ ആകാശത്തേക്ക് അമ്പെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അമ്പ് ചെയ്യുന്ന സമയത്ത് അതേ അമ്പ് തിരിച്ചു വന്ന് അവരെ വധിക്കുന്നതിന് പകരം രക്തം പുരണ്ട അമ്പുകൾ തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടെ കാണുന്ന സമയത്ത് ഇനി ആകാശത്തുള്ളവരെയും ഞങ്ങൾ വധിച്ചു, അതായത് അഹങ്കാരത്തിൻ്റെ ഉത്തുംഗതയിലേക്ക്, അതിൻ്റെ എക്സ്ട്രീം പീക്കിലേക്ക് എത്തുന്ന സമയത്താണ് അള്ളാഹു അവരെ പിടികൂടുന്നത്. അതിനുശേഷമാണ് ആ പിടുത്തം വരിക. അപ്പോൾ റസൂലുള്ളാഹി ഹദീസിലും പറയുന്നുണ്ട്, ഇന്നല്ലാഹ ല യുംലി ലിദ്ദാലിമി ഫഇദാ അഖദഹു ലം യുഫ്ലിത്ഹു, അക്രമികൾക്ക് അള്ളാഹു ഒരു അയവ് കൊടുക്കും, അവസാനം വല്ലാത്തൊരു പിടുത്തം അവരെ പിടിക്കും എന്നുള്ള. ശേഷം റസൂലുള്ളാഹി സൂറത്ത് ഹൂദിൻ്റെ 102-ാമത്തെ ആയത്തും അതിനോടൊപ്പം പാരായണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ യജൂജ് മഅജൂജ് അതിൻ്റെ ഒരു പീക്കിലെത്തിയ സമയത്ത് അള്ളാഹു ഒരു പ്രത്യേക വൈറസിനെ അയച്ച് അവരെ മുഴുവൻ അത് കാരണം അവർ ചത്തൊടുങ്ങുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ ഫിർഔനും എൻ്റെ ആധിപത്യം എൻ്റെ കീഴിലൂടെ ഒഴുകുന്ന നദി എന്നെല്ലാം അഹങ്കരിച്ച് അഹങ്കാരത്തിൻ്റെ ആ ഒരു പാരമ്പര്യയിൽ എത്തിയ സമയത്ത് അതേ നദി അയാളുടെ മേലൂടെ ഒഴുക്കി അള്ളാഹു അയാളെയും നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പോയിന്റിലേക്ക് തിരിച്ചു വരാണ്. ആധിപത്യത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഉടമസ്ഥാവകാശം അത് അള്ളാഹുവിങ്കിലാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയിൽ, അതായിരുന്നു ചോദ്യം, സൂറത്തുൽ ഫാത്തിഹയിൽ ആ ഖിയാമത്ത് നാളിലുള്ള അള്ളാഹുവിൻ്റെ മുൽക്ക്, ആ അധികാരത്തെ സംബന്ധിച്ച് മാത്രം അവിടെ പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം ആ ആധിപത്യത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ആ ഒരു മാനിഫെസ്റ്റേഷൻ അത് വെളിവാക്കുന്നത് മുഴുവൻ ആളുകൾക്ക് മുമ്പിലും അത് അള്ളാഹു തുറന്നു വെക്കുന്ന ദിനം അത് ഖിയാമത്ത് നാളാണ്, മാലിക് യൗമിദ്ദീൻ. അന്നത്തെ ദിനം ആ ഭൂമിയിൽ ഒരല്പനേരത്തേക്ക് ലഭിച്ച അധികാരത്തിൻ്റെ പേരിൽ അഹങ്കരിച്ച മുഴുവൻ ഏകാധിപതികളും അവർ ഒരു ഉറുമ്പിനോളം ചെറുതായി മാറും എന്നുള്ളതാണ്. അവരെ മുഴുവൻ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു ചോദിക്കും സ്വഹീൽ ബുഖാരിയുള്ള ഹദീസിൽ, അനൽ മലിക് അയിന മുലൂക്കുൽ അർള്, ഇന്നത്തെ ദിവസം എനിക്കാണ് ആധിപത്യം, എവിടെ ഭൂമിയിലുള്ള അധികാരികൾ, അള്ളാഹു ചോദിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഭൂമിയിൽ അഹങ്കരിച്ച ആ ഏകാധിപതികൾ, അഹങ്കാരികൾ, അവരിൽ നിന്നും പീഡനം ഏറ്റുവാങ്ങിയ ആളുകൾക്കെല്ലാം അത് തിരിച്ചു ചെയ്യാനുള്ള അവസരം അള്ളാഹു അവിടെ വെച്ച് നൽകും എന്നുള്ളത്. ആ രൂപത്തിൽ അവിടെ നീതി നടപ്പിലാക്കും. സൂറത്തുൽ ഗാഫിറിൻ്റെ 16-ാമത്തെ ആയത്തിലും അള്ളാഹു അന്ന് ചോദിക്കുന്ന ചോദ്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഇന്നത്തെ ദിവസം ആർക്കാണ് അധികാരം? ഏകനും സർവാധിപതിയുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ കയ്യിൽ മാത്രമായിരിക്കും അന്ന് അധികാരം. അത് മുഴുവൻ ആളുകൾക്ക് മുമ്പിലും അന്ന് വെളിവാക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആ സൂറത്തിൻ്റെ പ്രാരംഭ വചനം, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. രണ്ടാമത്തെ ആയത്ത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ, അവനാണ് മരണത്തെയും ജീവിതത്തെയും നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്, നിങ്ങളിൽ ആരാണ് നന്നായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യത്തെ ആയത്തിൽ ആധിപത്യം അള്ളാഹ്ക്ക് മാത്രമാണ്, അവൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആ ജീവിത മരണങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറയാണ്. അപ്പോൾ അത് തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ആധിപത്യം അള്ളാഹ്ക്ക് മാത്രമാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ആ ജീവിത മരണങ്ങളെ നിയന്ത്രിക്കുന്നത്, അതിൻ്റെ കൺട്രോൾ അള്ളാഹിൻ്റെ കയ്യിലാണ് എന്നുള്ളതാണ്. മനോഹരമായിട്ട് ഇത് രണ്ടും തന്നെ അള്ളാഹു ചേർത്ത് പറഞ്ഞതായിട്ട് സൂറത്തുൽ ഹദീദിൻ്റെ തുടക്കത്തിൽ 2-ാമത്തെ ആയത്തിൽ, ലഹു മുൽക്കു സമാവാതി വൽ അർളി യുഹ്യി വയുമീത് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവനാണ് ആധിപത്യം. ഉടനെ തന്നെ അള്ളാഹു അവിടെയും പറയുന്നുണ്ട്, അവനാണ് നിങ്ങളെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത്. ഭൂമിയിൽ ഒരാളും ഏത് ഏകാധിപതിയും ആ അധികാരം ശാശ്വതമായിട്ട് അവർക്ക് കൈയടക്കി വെക്കാൻ പറ്റുന്നില്ല. അവസാനം ആ മരണത്തിന് അവർ കീഴടങ്ങേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ സൂറത്ത് ആൽ ഇമ്രാൻ്റെ ആ ആധിപത്യത്തെ സംബന്ധിച്ചുള്ള ആയത്ത് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ആയത്ത് 27-ാമത്തെ ആയത്തിൽ ഉടനെ അള്ളാഹു പറയുന്നത്, തൂലിജുൽ ലൈല ഫിൻ നഹാരി വ തൂലിജുൻ നഹാറ ഫിൽ ലൈൽ, ആ ഇരുട്ട് എന്നും സദാ ആ രൂപത്തിൽ നിലനിൽക്കുന്നില്ല, ഇരുട്ടിനെ മാറ്റി വെളിച്ചം വരുന്നത് പോലെ, ആ രാപ്പകലുകളുടെ മാറി മാറിയുള്ള പ്രയാണം പോലെ അധികാരവും ഒരാളുടെ കയ്യിൽ നിന്നും മറ്റൊരാളിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ള ആ സമ്പൂർണ്ണമായിട്ടുള്ള ആകാശഭൂമികളുടെ ആ സർവാധിപത്യം എന്നെന്നും നിലനിൽക്കുന്ന അധികാരം അത് അള്ളാഹുവിങ്കൽ മാത്രമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആന്റെ പല ഭാഗത്തും വലില്ലാഹി മീറാസു സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ അനന്തരാവകാശം, ആ വിറാസ അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. എത്ര വലിയ ഏകാധിപതികൾക്കും അവരുടെ ആ ജീവിതത്തിൻ്റെ കൺട്രോൾ അവരുടെ കയ്യിലല്ല എന്നുള്ളത്. അള്ളാഹ് കണക്കാക്കുന്ന സമയത്ത് അവർ കീഴടങ്ങി അവർ മടങ്ങേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദുമായിട്ടുള്ള ആ ഒരു സംഭാഷണം, ഏകാധിപതിയുടെ മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ സംബന്ധിച്ച് സംസാരിച്ച സമയത്ത് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച പോയിന്റ് സൂറത്തുൽ ബഖറയുടെ 258-ാമത്തെ ആയത്തിൽ,
റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്, എൻ്റെ അള്ളാഹുവാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. ആ ഒരു വാദമാണ് ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അയാൾ അതിനെ സമർത്ഥമായിട്ട് അതിനെ മറികടക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ഇപ്പോൾ ഫിർഔനെ സംബന്ധിച്ചും ആ മരണത്തിൻ്റെ മുമ്പിൽ നിസ്സഹായനാകുന്ന ആ ഫിർഔൻ്റെ ചിത്രം പരിശുദ്ധ ഖുർആനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അധികാരം എന്നുള്ളത് കേവലം ഒരു ഇല്യൂഷൻ മാത്രമാണ്. ഓർക്കുന്നത് മഹാനായിട്ടുള്ള ഭരണാധികാരി ഹാറൂൺ റഷീദ് റഹിമഹുല്ലാഹ്, അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒരു സംഭവം, അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വലിയ പണ്ഡിതൻ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ദാഹിച്ചു വലഞ്ഞിരിക്കുന്ന സമയത്ത്, നിങ്ങൾ മരണത്തെ മുന്നിൽ കണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് നിങ്ങളോട് ഒരല്പം വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് ഓഫർ ചെയ്യാണ്, എന്നിട്ട് പകരം ആ രാജ്യത്തിൻ്റെ പകുതി നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അയാൾക്ക് നൽകുമോ? ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ നൽകും. മറ്റൊരു സൈഡ് പോയിന്റ് സൂറത്തുൽ മുൽക്കിൻ്റെ അവസാനത്തെ ആയത്ത് ആ വെള്ളത്തെ സംബന്ധിച്ചുള്ള ചോദ്യമാണ്, ചേർത്ത് വായിക്കുക. ശേഷം ഉടനെ അയാൾ വീണ്ടും ചോദിച്ചു, നിങ്ങളത് കുടിച്ചതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ആ വെള്ളം പുറത്തേക്ക് റിലീസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, അതായത് നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്, അത് പരിഹരിക്കാൻ ആ ബാക്കിയുള്ള ആ ഒരു രാജ്യത്തിൻ്റെ പകുതി കൂടെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നൽകുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ നൽകും. അപ്പോൾ ആ പണ്ഡിതൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങളുടെ ആധിപത്യത്തിൻ്റെ, നിങ്ങളുടെ മൊത്തം അധികാരമണ്ഡലത്തിൻ്റെ വില ഒരു ഗ്ലാസ് വെള്ളത്തിനോളം വരുവുള്ളൂ അല്ലേ? ആ രൂപത്തിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിലാണ് അധികാരമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ.